ബ്ലെൻഡർ എന്ന 3D സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു പഴയകാല ഉപകരണമായിട്ടുള്ള ഉരലും ഉലക്കയും നമുക്ക് പുനഃസൃഷ്ടിക്കാം. ആദ്യം നമുക്ക് ഈ ഡീഫാൾട്ട് ക്യൂബും ക്യാമറയും ലൈറ്റും ഡിലീറ്റ് ചെയ്യാം. സെലക്ട് ചെയ്യാം, എക്സ് ഡിലീറ്റ്. ഷിഫ്റ്റ് ഒരു സിലിണ്ടർ ആഡ് ചെയ്യാം. ടാപ്പ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡ് പോകാം. കൺട്രോൾ ആർ പ്രസ് ചെയ്തതിനു ശേഷം മൗസ് സ്ക്രോൾ ചെയ്യാം. ക്ലിക്ക് ചെയ്യുക, വീണ്ടും ക്ലിക്ക് ചെയ്യുക. കട്ടിങ് ഒരെണ്ണോട് കൊടുക്കുക. അതിനുശേഷം സ്മൂത്ത്നെസ് -0.5 കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ ഫേസ് സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ടോപ്പിലെ ഫേസ് സെലക്ട് ചെയ്യാം, ഏറ്റവും താഴെ ഫേസും സെലക്ട് ചെയ്യാം. ഇവിടെ എക്സ്ട്രൂഡ് ടൂൾ ക്ലിക്ക് ചെയ്യാം. എക്സ്ട്രൂഡ് ഇൻഡിവിജ്വൽസ് ക്ലിക്ക് ചെയ്യാം, ഡ്രാഗ് ചെയ്യാം. ഏറ്റവും താഴെ ഫേസ് ഒഴിവാക്കാം, ടോപ്പിലെ ഫേസ് എടുക്കാം. ഐ പ്രസ് ചെയ്ത് ഇൻസെർട്ട് ചെയ്യാം. ഈ പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യാം. വീണ്ടും ഐ പ്രസ് ചെയ്ത് ഇൻസെർട്ട് ചെയ്യാം. നംപാഡിൽ 1 പ്രസ് ചെയ്യാം. ഷിഫ്റ്റ് സെറ്റ് പ്രസ് ചെയ്ത് വയർ ഫ്രെയിം മോഡ് പോകാം. ഈ പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യാം. വീണ്ടും ഷിഫ്റ്റ് സെറ്റ് പ്രസ് ചെയ്യാം. ഇവിടെ എഡ്ജ് സെലക്ട് ചെയ്യാം. ആൾട്ട് പ്രസ് ചെയ്തതിനു ശേഷം ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്യാം. ആൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്തതിനു ശേഷം ഈ എഡ്ജും സെലക്ട് ചെയ്യാം. കൺട്രോൾ ബി ഡ്രാഗ് ചെയ്യാം. സെഗ്മെൻറ്റ്സ് കൂട്ടി കൊടുക്കാം. ഓക്കെ, ടാബ് പ്രസ് ചെയ്ത് ഒബ്ജക്റ്റ് മോഡ് പോകാം. ജി സെറ്റ് എക്സ് ആക്സിസിലേക്ക് അല്പം മാറ്റി കൊടുക്കാം. അടുത്തതായി നമുക്കൊരു ഒലക്ക ക്രിയേറ്റ് ചെയ്യാം. ഷിഫ്റ്റ് മെഷ് സിലിണ്ടർ ജി സെറ്റ്. നമുക്കതിൻ്റെ വലിപ്പം ചെറുതാക്കാം. എസ് ഷിഫ്റ്റ് സെറ്റ് ഡ്രാഗ് ചെയ്യാം. എസ് സെറ്റ് ആക്സിസിലിനെ ഇവിടെ 3D കഴ്സറാക്കാം. എസ് സെറ്റ് ഓക്കെ. ജി സെറ്റ് കൺട്രോൾ എ സ്കെയിൽ. ഇപ്പം സ്കെയിലൊക്കെ യൂണിഫോം ആയിട്ടുണ്ട്. ഇവിടെ മെറ്റീരിയൽ പ്രിവ്യൂ ബട്ടൺ ഓൺ ചെയ്യാം. നമുക്കിവിടെ ഒരു കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് കളറാക്കാം. ഓക്കെ, ടാബ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡ് പോകാം. ഇവിടെ വെർട്ടെക്സ് സെലക്ട് ചെയ്യാം. കൺട്രോൾ ആർ മൗസ് സ്ക്രോൾ ചെയ്യാം, ക്ലിക്ക് ചെയ്യാം, വീണ്ടും ക്ലിക്ക് ചെയ്യാം. പിവോട്ട് പോയിൻ്റ് നമുക്ക് ഇൻഡിവിജ്വൽ ഒറിജിനാക്കാം. എസ് സെറ്റ് ഇവിടെ ഒലക്കയ്ക്ക് ഒരു ചിറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഫേസ് സെലക്ട് ചെയ്യാം. കൺട്രോൾ ഐ. അതിന് നമുക്കൊരു കളർ കൊടുക്കാം. ന്യൂ അസൈൻ. ഒരു സ്റ്റീലിൻ്റെ കളർ കൊടുക്കാം. ഹെക്സ് വാല്യൂ ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. CACCE. ഇത് നെറ്റിലടിച്ചാൽ കാണാം സ്റ്റീലിൻ്റെ ഹെക്സ് വാല്യൂ ആണിത്. അതിന് മെറ്റാലിക് വാല്യൂ കൂട്ടി കൊടുക്കാം.
റഫ്നെസ് കുറയ്ക്കാം. ടാപ്പ് പ്രസ് ചെയ്ത് ഒബ്ജക്റ്റ് മോഡ് പോകാം. ഇവിടെ മെറ്റാലിക് വാല്യൂ കൂട്ടി കൊടുക്കുക. ടാപ്പ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡ് പോകാം. എഡ്ജ് സെലക്ട് ചെയ്യാം. ആൾട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്യാം. വീണ്ടും ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്യാം. കൺട്രോൾ ബി ബബിൾസ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഫേസ് സെലക്ട് ചെയ്യാം. ഏറ്റവും ടോപ്പിലുള്ള ഫേസ് സെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് പ്രസ് ചെയ്ത ശേഷം താഴെയുള്ള ഫേസും സെലക്ട് ചെയ്യാം. മോഡിലെ മെറ്റീരിയൽ സെലക്ട് ചെയ്യാം. അത് അസൈൻ ചെയ്യാം. ടാപ്പ് പ്രസ് ചെയ്ത് ഒബ്ജക്റ്റ് മോഡ് പോകാം. ഓക്കെ, ഷെയ്ഡ് സ്മൂത്ത്, ഓട്ടോ സ്മൂത്ത്. നമുക്ക് ഉരൽ സെലക്ട് ചെയ്യാം. ഒരു കളർ കൊടുക്കാം. ന്യൂ, കുറച്ച് ഡാർക്ക് ആക്കാം. GX പ്ലെയിൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഷിഫ്റ്റ് മെഷ് പ്ലെയിൻ. എസ് പ്രസ് ചെയ്ത് സ്കെയിൽ ചെയ്യാം. GX ഈ പ്ലെയിനൊരു കളർ കൊടുക്കാം. ഇങ്ങനെയാണ് ബ്ലെൻഡർ 4 ഉപയോഗിച്ച് ഒരു ഉലക്കയും ഉരലും ക്രിയേറ്റ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.